السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നാണ് 10ാമത്തെ ഒരു ഭാഗത്ത്. അപ്പൊ കഴിഞ്ഞ ഭാഗം നമ്മൾ അവസാനിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കുട്ടിയായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവിനോടൊപ്പം മദീനയിലേക്ക് പോകുന്നു. ആ മദീനയിൽ നിന്നും തിരിച്ചു വരുന്ന വഴിമധ്യേ മാതാവ് മരണപ്പെടുകയാണ്. മാതാവ് മരണപ്പെട്ടതിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുമ്മ അല്ലെങ്കിൽ മുലയൂട്ടിയ മാതാവായിരുന്ന ഉമ്മു ഐമർ റളിയല്ലാഹു അൻഹയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മക്കയിലേക്ക് എത്തുകയാണ്. പിന്നീട് ആ കുട്ടിയെ സംരക്ഷിച്ചത് പിതാമഹനായ അല്ലെങ്കിൽ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബാണ്. ആ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് പിന്നീട് ആ കുട്ടി വളരുന്നത്. അബ്ദുൽ മുത്തലിബ് അദ്ദേഹം തന്റെ മക്കളെക്കാൾ അങ്ങേയറ്റം ആ കുട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പൊ മാതാവും പിതാവും ഇല്ലാത്ത ആ ഒരു കുറവ് അനുഭവപ്പെടാത്ത രൂപത്തിലാണ് അബ്ദുൽ മുത്തലിബ് ആ കുട്ടിയെ വളർത്തിയത്. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ ആ പരിചരണത്തില് വളർന്ന ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഉദ്ധരിക്കപ്പെട്ട പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഒന്നാമത്തെ സംഭവം, ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറത്തുൻ നബവിയിൽ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. റസൂൽ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം കാന യൂദഉ അബ്ദുൽ മുത്തലിബ് ഫിറാശിൻ ഫീ ളിൽ കഅബ, കഅബാലയത്തിന്റെ സമീപത്ത് ആ കഅബാലയത്തിന്റെ തണലിൽ അബ്ദുൽ മുത്തലിബിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇരിപ്പിടം. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം സയ്യിദ് ഖുറൈശാണ്, ഖുറൈശികളുടെ നേതാവാണ്. അപ്പൊ അവിടെയുള്ള ഖുറൈശികൾ ആ ഖുറൈശികളുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനെല്ലാം വേണ്ടി ആ കഅബാലയത്തിന്റെ ഓരത്ത് അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു. ഒരു രാജാവിന്റെ ഒരു സിംഹാസനം പോലെയുള്ള ഒരു ഇരിപ്പിടം. അദ്ദേഹത്തോടുള്ള അതിയായിട്ടുള്ള ആദരവ് കാരണം ഇജ്ലാൽ ലഹു, അദ്ദേഹത്തോടുള്ള ആദരവ് കാരണം മറ്റൊരാളും ആ ഇരിപ്പിടത്തിൽ കയറി ഇരിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. മറ്റുള്ള ആളുകളെല്ലാം യജ്ലിസൂന ഹൗല ഫിറാശിഹി, മറ്റുള്ള ആളുകളെല്ലാം ആ ഇരിപ്പിടത്തിന്റെ ചുറ്റും വന്ന് ഇരിക്കുമെന്നുള്ള. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സ് മാത്രമാണ് പ്രായം. ആ സമയത്ത് തന്നെ ചില സമയത്ത് ഓടി വന്ന് കയറി ആ ഇരിപ്പിടത്തിൽ വന്ന് കയറി ഇരിക്കും. അപ്പൊ മറ്റുള്ള ആളുകൾ, അതായത് അവിടെ ഉണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള പിതാവൻ മഹന്മാരെല്ലാം പ്രവാചകനെ പിടിച്ചു മാറ്റി, അവിടെ ഇരിക്കാൻ പാടില്ല. അവർ പിടിച്ചു മാറ്റുന്ന സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് അവരോട് പറയും, ദഉ ഇബ്നി, എന്റെ മോനെ നിങ്ങൾ വിട്ടേക്ക, എന്റെ മോൻ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് പറയും, ഫവല്ലാഹി ഇന്ന ലഹു ലശഅനൻ, തീർച്ചയായിട്ടും എന്റെ മോന് വലിയൊരു ഭാവിയുണ്ട്, എന്റെ മോന് വലിയൊരു ഭാവിയുണ്ടെന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് ആ മകനെ കൂടെ ഇരുത്തും. ആ കൂടെ ഇരുത്തിയിട്ടാണ് മറ്റുള്ള ആളുകളുടെ സംഭാഷണങ്ങളെല്ലാം കേൾക്കാറുള്ളത്. ആ കൂടെ ഇരുത്തിയതിനു ശേഷം വയംസഹു ലഹ്റഹു ബിയദിഹി, ആ കുട്ടിയുടെ പുറം ഇങ്ങനെ അബ്ദുൽ മുത്തലിബ് തടവിക്കൊണ്ടിരിക്കും എന്നുള്ള. ആ കുട്ടിയുടെ പുറവും തടവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കളികൾ നോക്കി അവിടെ ഇങ്ങനെ ആസ്വദിച്ച് അബ്ദുൽ മുത്തലിബ് ഇരിക്കും എന്നുള്ള മറ്റൊരു സാന്ദർഭികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ അവിടെ ഇരിക്കുന്ന ആ സമയത്തിലുടനീളം പ്രധാനപ്പെട്ട ഖുറൈശി പ്രമാണിമാരുടെ സംഭാഷണങ്ങൾ, അവരുമായിട്ട് അദ്ദേഹം ഇടപെടുന്നതും അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അബ്ദുൽ മുത്തലിബ് അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം, അതെല്ലാം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടി അതിനെല്ലാം സാക്ഷിയാവുകയാണ്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾക്കല്ല, അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ തന്നെ സാക്ഷിയാവുക വഴി യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ആ ദൌത്യത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ്. അതെല്ലാം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു തർബിയത്താണ്. സുബ്ഹാനല്ലാഹ്, വലിയൊരു മിഷനിലേക്കുള്ള ചില എക്സ്പീരിയൻസുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ തന്നെ അവിടെ വെച്ച് ലഭിക്കുന്നത്. അതാണ് ഒന്നാമത്തെ സംഭവം. മറ്റൊരു സംഭവം, ഇബ്നു സഅദിന്റെ തബഖാത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, ആ ഒരു സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ ആ കുട്ടി വളരുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ അവരുടെ ഒരു ഒട്ടകം നഷ്ടപ്പെട്ടു. ഒട്ടകം എന്നുള്ളത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വിലപിടിപ്പുള്ള ഒരു കാറിന് സമാനാണ്. അപ്പൊ അവരൊരുപാട് തെരഞ്ഞിട്ടൊന്നും ഒട്ടകത്തെ അവർക്ക് കിട്ടിയില്ല. അവസാനം കുട്ടിയായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒട്ടകത്തെ തിരയാൻ വേണ്ടി വിടാൻ കാരണം പറയുന്നത്, ആ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യം ചെയ്താലും അത് വിജയാണ്. ഏതൊരു സ്ഥലത്ത് കൈവച്ചാലും അത് വിജയാണ്, അത് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലായതുകൊണ്ട് തന്നെ അവര് തെരഞ്ഞിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിയായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഒട്ടകത്തെ തിരയാൻ വേണ്ടി വിട്ടു. അങ്ങനെ ഒരുപാട് സമയമായിട്ടും ആ കുട്ടി തിരിച്ചു വരുന്നത് അവർ കണ്ടില്ല. അങ്ങേയറ്റം ഭയന്നു. അവസാനം നേരെ ഇരുട്ടിയ സന്ദർഭത്തിൽ, ഒരു മഗ്രിബ് സന്ദർഭത്തിൽ നഷ്ടപ്പെട്ട ഒട്ടകവുമായിട്ട് കുട്ടി കയറി വരാൻ. ആ കയറി വന്ന ഉടനെ തന്നെ അബ്ദുൽ മുത്തലിബ് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മേലിൽ
ഇനി മേലെ എന്റെ കൺവട്ടത്തുനിന്ന് നീ അങ്ങോട്ട് പോകാൻ പാടില്ല, ഏത് സന്ദർഭത്തിലും എന്റെ കൺമുമ്പിൽ നീ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് കുട്ടിയോട് സംസാരിക്കുന്നതായിട്ടെല്ലാം വായിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അബ്ദുൽ മുത്തലിബ് ആ കാലഘട്ടത്തുടനീളം ഭക്ഷണം കഴിക്കുന്ന ഏതോ സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കാനിരുന്നാലും റസൂലുള്ളാഹി ആ കുട്ടിയെ അന്വേഷിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരുത്തും. ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം കൂടെ ഇരുത്തി കഴിപ്പിക്കുമായിരുന്നു. അത്രയേറെ സ്നേഹവും വാത്സല്യവും നൽകിയിട്ടാണ് അബ്ദുൽ മുത്തലിബ് ആ കുട്ടിയെ പരിചരിക്കുന്നത്. ആ സ്നേഹത്തിനെല്ലാം ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുൽ മുത്തലിബിന്റെ ഹൃദയത്തിൽ അത് നിക്ഷേപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരും. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം അബ്ദുൽ മുത്തലിബിന്റെ ആ ഒരു പരിചരണത്തിൽ ആ കുട്ടി വളരുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വയസ്സ് പ്രായമാകുന്ന സന്ദർഭത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ 8 വയസ്സാണ് സൂചിപ്പിക്കുന്നത്. ഫലമ്മ ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 8 സിനീൻ ഹലക ജദ്ദഹു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം. ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കാൻ 8 വയസ്സ് പ്രായമാകുന്ന സന്ദർഭത്തിൽ 8 വയസ്സും ഏകദേശം 2 മാസവും പ്രായമാകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പിതാമഹൻ വല്ലിപ്പയും മരണപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ ഓരോ സന്താനങ്ങൾ വിളിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു 10ലധികം സന്താനങ്ങളുണ്ട്, ഓരോ സന്താനങ്ങളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അതിൽ മകൻ അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അബൂ ത്വാലിബ് ബിഹിഫ്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ത്വാലിബിനെ വിളിച്ചിട്ട് ആ റസൂലുള്ളാഹിന്റെ സംരക്ഷണം ഏൽപ്പിക്കുകയാണ്. എന്റെ മോനെ ഒരു കുറവും വരുത്താതെ നീ നോക്കണം എന്നെല്ലാം പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബിനെ ആ കുട്ടിയെ സംരക്ഷണം ഏൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അബൂ ത്വാലിബിനെ തെരഞ്ഞെടുത്തത്? പ്രത്യേകം മനസ്സിലാക്കണം. അതായത് നിരവധി മക്കളുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂലഹബ് ഉണ്ട്, സുബൈർ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ്. അവരെല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അതിൽ നിന്ന് അബൂ ത്വാലിബിനെ പ്രത്യേകമായിട്ട് വിളിക്കാനുള്ള കാരണം? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അബ്ദുൽ മുത്തലിബിന് അദ്ദേഹത്തിന് 1-ലധികം ഭാര്യമാരുണ്ടായിരുന്നു. ജാഹിലിയ കാലാണ്. അദ്ദേഹത്തിന് 5ഓളം ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയും അബ്ദുൽ മുത്തലിബും ഒരേ ഭാര്യയിൽ ഉണ്ടായതാണ്. അവർ രണ്ടാളും ഒരേ മാതാവിന് പിറന്ന സന്തതികളാണ്. അപ്പൊ അതുകൊണ്ടാണ്, അതായത് റസൂലുള്ളാഹിന്റെ പിതാവിന്റെ നേരിട്ടുള്ള ബ്രദറാണ് അബ്ദു ത്വാലിബ്. അതുകൊണ്ടാണ് അബൂ ത്വാലിബിനെ അദ്ദേഹം പ്രത്യേകമായിട്ട് വിളിച്ചത്. പക്ഷെ അതേ സന്ദർഭത്തിൽ അബൂലഹബെല്ലാം മറ്റൊരു ഭാര്യയിലാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. മാത്രമല്ല അബൂ ത്വാലിബ് വളരെ നല്ല വ്യക്തിയായിരുന്നു. അബൂലഹബെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മദ്യത്തിനെല്ലാം അടിമപ്പെട്ട് കുത്തഴിഞ്ഞൊരു ജീവിതമായിരുന്നു അബൂലഹബ് ആ ഒരു കാലഘട്ടത്തിലെ ഉണ്ടായിരുന്നത്. അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് ആ കുട്ടിയുടെ സംരക്ഷണം അബ്ദുൽ മുത്തലിബ് ഏൽപ്പിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്നും അബ്ദുൽ മുത്തലിബ് വിട പറയുകയാണ്. ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് കുട്ടിയായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആ ജനാസയെ അനുഗമിച്ച് അവരെ അവസാനം ദുഫിന ബിൽ ഹുജൂൻ, ഞാൻ നേരത്തെ പറഞ്ഞു മക്കയിലുണ്ടായിരുന്ന പഴയ കാലത്തുള്ള ആ ഖബറിസ്ഥാൻ, ഇന്നത്തെ കാലത്ത് ജന്നത്തുൽ മുഅല്ല എന്നറിയപ്പെടുന്ന ആ ഒരു പേരുകേട്ട ആ ഖബറിസ്ഥാനിൽ അവിടെ അബ്ദുൽ മുത്തലിബിനെ അവർ ഖബറടക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, 8ാമത്തെ വയസ്സിൽ ആ കുട്ടി വീണ്ടും അനാഥനാവുകയാണ്. ഇപ്പൊ ജനിച്ചു വീടുന്ന സന്ദർഭത്തിലെ യത്തീമാണ്. പിതാവ് അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം 6ാമത്തെ വയസ്സിൽ മാതാവ് മരണപ്പെടുകയാണ്. പിന്നീട് ഏക ആശ്രയം, ഏക അത്താണിയായിട്ടുണ്ടായിരുന്ന വല്ലിപ്പ അബ്ദുൽ മുത്തലിബും 8ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ്. ഇത്ര പ്രയാസകരമായിട്ടുള്ളൊരു ബാല്യം, ഇത്ര തീഷ്ണമായിട്ടൊരു ബാല്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പ്രവാചകൻ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിപ്പിച്ച് സുഖലോലുപതയിൽ വളരുന്ന ഒരു കുട്ടിയാക്കി കൂടായിരുന്നു? സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയം, എന്തുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ യത്തീമായിട്ട് ഇത്ര പ്രയാസകരമായിട്ടൊരു ജീവിതം നേരിടേണ്ടി വന്നത്? അതിലുള്ള ചില മനോഹരമായിട്ടുള്ള യുക്തികൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട്, ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ത്വാഹയുടെ 41ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വസ്തനഅതുക ലിനഫ്സി, ഞാൻ എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഞാൻ നിന്നെ വളർത്തിയെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വളർത്തിയെടുക്കുകയായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ട ചില ദൌത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അതിന് പാകപ്പെടുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിയെടുക്കുകയാണ്. അതന്നെയാണ് റസൂലുള്ളാഹിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഇപ്പൊ ചെറുപ്പം മുതലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആശ്രയിക്കാൻ, അള്ളാഹുവിനെ മാത്രം ആശ്രയകനായിട്ട് കാണാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ പഠിപ്പിക്കുകയാണ്. നേരെ മറിച്ച് സുഖലോലുപതയിൽ അല്ലെങ്കിൽ സമ്പന്നതയിലാണ് കുട്ടി പിറന്നു വീഴുന്നതെങ്കിൽ പലപ്പോഴും സുഖലോലുപതയും സമ്പന്നതയും എല്ലാം അള്ളാഹിനെ മറപ്പിക്കാൻ കാരണമായിത്തീരും. നമുക്കെന്നെ അറിയാം, നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് നോക്കിയാൽ
ഭൂരിപക്ഷം സമ്പന്നയിൽ ദുനിയാവിലുള്ള മറ്റുള്ള സുഖങ്ങളെല്ലാം ആസ്വദിക്കുന്ന ആളുകൾ പലപ്പോഴും അള്ളാഹിനെ മറക്കുകയാണ് ചെയ്യുക. അതേ സന്ദർഭത്തിൽ ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയും വരുന്ന സന്ദർഭത്തിലാണ് അള്ളാഹിനോട് ആളുകൾ അടുക്കാറുള്ളത്. ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണ്. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഫിർഔൻ, നമുക്കറിയാം, ബനു ഇസ്രായേലിലുള്ള ആൺകുട്ടികളെ മുഴുവൻ വധിക്കാനുള്ള ഒരു കൽപ്പന ഫിർഔൻ കൊട്ടാരത്തിൽ നിന്നും ആ ഒരു പുറപ്പെടുവിച്ച സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിലാണ് സംരക്ഷിച്ചത്? മാതാവിന്റെ മനസ്സിലേക്ക് ഒരു ബോധന ഇട്ടുകൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മാതാവ് ആ നദിയിലേക്ക് എറിയുന്ന അവസാനം ഫിർഔന്റെ കൊട്ടാരത്തിൽ, അതായത് ആരാണോ ആ കുട്ടികളെ വധിക്കാൻ കൽപ്പന പുറപ്പെടുവിപ്പിച്ചത് അതേ ആളുടെ കൊട്ടാരത്തിലാണ് പിന്നീട് ആ കുട്ടി വളരുന്നത്. അതേ രൂപത്തിൽ സമാനമായിട്ട് ഹബീബായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവില്ല, പിതാവില്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ടും ചില സംരക്ഷകരെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് വേണ്ടി ഏർപ്പാടാക്കുകയാണ്. ആദ്യം അബ്ദുൽ മുത്തലിബിനെ നൽകി, പിന്നീട് ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം വരെ അബൂ ത്വാലിബ് സംരക്ഷകനായിട്ടുണ്ടായിരുന്നു എന്നുള്ള. അപ്പൊ അവരെല്ലാം സംരക്ഷകരാക്കി ഏർപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതേപോലെ തന്നെ അവരുടെ മനസ്സിലെല്ലാം ആ കുട്ടിയോട് അസാധാരണമായിട്ടുള്ളൊരു സ്നേഹം അവരുടെ മനസ്സിൽ നിക്ഷേപിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ആ ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫിർഔന്റെ മനസ്സിലേക്ക് വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, സൂറത്ത് ത്വാഹയുടെ 39-ാമത്തെ വചനം. ഫിർഔന്റെ മനസ്സിലേക്ക് ഒരു പ്രത്യേക മുഹബ്ബത്ത്, ഒരു സ്നേഹം ഞാൻ നിക്ഷേപിച്ചു. അതേ രൂപത്തിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ എല്ലാം മനസ്സിലേക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വാത്സല്യം, സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചു. അവരെല്ലാം സംരക്ഷകരായിട്ട് നിയോഗിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് പിൻകാലഘട്ടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യെല്ലാം ആരംഭിച്ചതിന് ശേഷം പിൻകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൽ ദുഹ, അലം യജിദിക യതീമൻ ഫആവ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ നിരവധി അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നീ അനാഥനായിരിക്കുന്ന സന്ദർഭത്തിൽ നിനക്ക് ഞാൻ ആശ്രയം നൽകിയില്ലേ? ആശ്രയം നൽകിയത് ഈ രൂപത്തിലുള്ള ആളുകൾ മുഖേനയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ആ കുട്ടിയുടെ മുന്നിൽ വരാനിരിക്കുന്നത് വളരെ ത്യാഗം ആവശ്യമുള്ള, ത്യാഗസന്നദ്ധമായിട്ടുള്ള ഒരു വലിയ ദൌത്യം ആ കുട്ടിക്ക് ഭാവിയിൽ വരാനിരിക്കുന്നുണ്ട്. ആ ദൌത്യ നിർവഹണത്തിലേക്കുള്ള നിരവധി ഗുണങ്ങൾ ഈ പ്രയാസകരമായിട്ടുള്ള ബാല്യത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ കുട്ടിക്ക് ലഭിക്കുന്നുള്ളു. അതായത് അതിലേക്കുള്ള ഒരു തെർബിയത്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ തീക്ഷ്ണമായിട്ടുള്ള ബാല്യം. ഒന്നാമതായിട്ട് നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കാൻ ആ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ പിൻകാലഘട്ടത്ത് അത് ഏത് രൂപത്തിലാണ് റസൂലുള്ളാഹിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ, പിൻകാലഘട്ടത്ത് സത്യപ്രബോധനെല്ലാം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളാരെല്ലാം തിരസ്കരിക്കപ്പെട്ട സന്ദർഭത്തിലും റസൂലുള്ള തളരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യം ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ഇതേ രൂപത്തിൽ നിലനിർത്താൻ സാധിച്ചത് ചെറുപ്പം മുതലെയുള്ള ഈ രൂപത്തിലുള്ള അനുഭവങ്ങളായിരുന്നു. അപ്പൊ നമ്മൾ പറയാറുണ്ട്, താങ്ങാൻ ആളുണ്ടാകുന്ന സന്ദർഭത്തിൽ തളരുമെന്ന് നമ്മൾ പറയാറുണ്ട്. താങ്ങാൻ ആളുണ്ടാകുമ്പോൾ നമ്മൾ തളരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങാൻ ആരുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് താങ്ങിയത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലും മറ്റുള്ള ആളുകളെല്ലാം തളർത്താൻ ശ്രമിച്ച സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തളർന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്തുടനീളം ഉണ്ടായിരുന്നു എന്നുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട്, സംരക്ഷിക്കുമെന്നുള്ള അള്ളാഹിന്റെ വാഗ്ദാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിയുറച്ച് വിശ്വസിച്ചു. അല്ലാഹു യഅസിമുക മിനന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനാണ്. ഇതേ രൂപത്തിൽ അനാഥത്വം, ബാല്യകാലത്ത് തന്നെ അനാഥത്വം അനുഭവിക്കേണ്ടി വന്ന ആളുകൾക്ക്, അവർക്ക് സുഖലോലുപതയിൽ ജനിച്ചു വീഴുന്ന കുട്ടികളെക്കാൾ നിരവധി ക്വാളിറ്റികൾ ഉണ്ടാകും. നിരവധി പഠനങ്ങൾ, അതായത് സുഖലോലുപതയിലും സമ്പന്നതയിലും ജനിച്ചു വീഴുന്ന കുട്ടികളെക്കാൾ ഉത്തരവാദിത്വ ബോധം, അതേപോലെ തന്നെ മെച്യൂരിറ്റി, പക്വത, അതേ രൂപത്തിൽ നിരവധി ക്വാളിറ്റികൾ അനാഥത്വത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അത്തരം കുട്ടികൾക്ക് ലഭിക്കുന്നുള്ള നിരവധി പഠനങ്ങൾ. ഇപ്പോൾ പേഴ്സണാലിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഫൻ ആൻഡ് നോൺ ഓർഫൻ, ഇതേ രൂപത്തിലുള്ള നിരവധി പഠനങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പൊ ഓർഫനായിട്ട് വളരുന്ന കുട്ടികൾക്ക് അവർക്ക് നിരവധി അഡ്വാൻറ്റേജുകളുണ്ട്. ആ അഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള നിരവധി ഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാവി ദൌത്യത്തിലേക്ക് വേണ്ടതായിട്ടുള്ള നിരവധി ഗുണങ്ങൾ അതിലൂടെ ലഭിച്ചു എന്നുള്ളതാണ്.
അപ്പൊ ആ ഭാവി ദൗത്യത്തിലേക്കുള്ള ഒരുക്കങ്ങൾ, അതിലേക്കുള്ള ചില തെർബിയത്തുകളായിരുന്നു അതെല്ലാം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളാക്കി മാറ്റുന്നത് നമ്മൾ ജീവിച്ച അല്ലെങ്കിൽ നമ്മൾ പിന്നിട്ട ജീവിതകാലത്തുള്ള അനുഭവങ്ങളാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തെ, പാസ്റ്റിനെ സംബന്ധിച്ചുള്ള ചില ഓർമ്മകളാണ്, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ ഈ അനാഥത്വം ഏൽക്കേണ്ടി വന്ന അനാഥകളുടെ പ്രയാസവും പട്ടിണിയും അതേപോലെ തന്നെ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതൽ ആ പ്രവാചകൻ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പിൻകാലഘട്ടത്ത് അനാഥകളായിട്ടുള്ള ആളുകളെ കാണുന്ന സന്ദർഭത്തിൽ, സമൂഹത്തിൽ ദരിദ്രരായിട്ടുള്ള ആളുകളെ കാണുന്ന സന്ദർഭത്തിൽ അവരോടെല്ലാം മറ്റുള്ള ആളുകളെക്കാളെല്ലാം അവരോടെല്ലാം അതിയായിട്ടുള്ള വാത്സല്യവും അനുകമ്പയും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നാൻ, അത് നിസ്സാരമായിട്ട് അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം ചെറുപ്പത്തിൽ സഹിച്ചിട്ടുണ്ട്. അപ്പൊ അവരിലൂടെ യഥാർത്ഥത്തിൽ പിന്നിട്ട ജീവിതത്തിലുള്ള തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ള. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സൂറത്തുൽ ദുഹയിൽ അലം യജിദിക യതീമൻ ഫആവ, ഞാൻ നിന്നെ ചെറുപ്പത്തിൽ സംരക്ഷിച്ചില്ലേ എന്ന് ആ അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അതിനാൽ അനാഥകളെ നീ സംരക്ഷിക്കുക. കാരണം അനാഥകളുടെ പ്രയാസമെല്ലാം വളരെ കൃത്യമായിട്ട് നിനക്കറിയാം പ്രവാചകർ, അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നീ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ള. അപ്പൊ അനാഥ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര ഹദീസുകൾ, അത് മാത്രം മറ്റൊരു വിഷയമാണ്. അനവ കാഫിലിൽ യതീമി കഹാതൈനി ഫിൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹിയായിട്ടുള്ള ഹദീസാണ്. ഞാനും യതീമിനെ സംരക്ഷിക്കുന്ന ആളുകളും അവര് സ്വർഗത്തിൽ ഇതേ രൂപത്തിലായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ എന്റെ ഹൃദയം ഒരല്പം കഠിനമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് പരാതി പറഞ്ഞ ഒരു അനുചരനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് യതീമായിട്ടുള്ള ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കാൻ, അവരുടെ തലോടാൻ, യതീമായിട്ടുള്ള കുട്ടികളെ പോയി തലോടാനെല്ലാം നിർദ്ദേശിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിൻകാലത്ത് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ നിർദ്ദേശങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് നൽകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ അവരോടൊപ്പം ഇതേ രൂപത്തിൽ സമയം ചെലവഴിക്കുന്ന സന്ദർഭത്തിലുടനീളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ബാല്യകാലത്ത് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെല്ലാം തീർച്ചയായിട്ടും അതെല്ലാം റസൂലുള്ളാഹിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം അത്രയേറെ സോഫ്റ്റ് ആകാൻ, അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകളോടും അതേപോലെ തന്നെ അനാഥകളായിട്ടുള്ള ആളുകളോടെല്ലാം അത്രയേറെ അനുകമ്പയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ, അല്ലെങ്കിൽ അവരോടൊപ്പം അത്രയേറെ സമയം ചെലവഴിക്കാനെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ചെറുപ്പത്തിലുള്ള ഇത്തരം ജീവിതാനുഭവങ്ങളായിരുന്നു. സുബ്ഹാനല്ലാഹ്. പിൻകാലഘട്ടത്ത് തന്റെ അതേ ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരോട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതുവഴി പിന്നീട് ലോകാവസാനം വരെ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന മുഴുവൻ ആളുകൾക്കും ഒരു ആശ്വാസവും ഒരു റോൾ മോഡലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയും ചെയ്യാൻ. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലെ പേരെടുത്ത് പറഞ്ഞ ഏക യത്തീം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറു ഖൽഖില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും സവിശേഷ സൃഷ്ടിയായിട്ടുള്ള ആ അഷ്റഫുൽ ഖൽഖായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്കുക, യത്തീങ്ങളുടെ മഹത്വം എത്രയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം, അതായത് ഖുർആൻ അത്രയേറെ ആ യത്തീമയുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നമുക്കൊരു റോൾ മോഡലായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ അവസാന കാലഘട്ടം വരെ ആ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കും റസൂലുള്ളാഹിന്റെ ജീവിതം ഒരു ആശ്രയമായിട്ട് അല്ലെങ്കിൽ ഒരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ട് തന്റെ മകനായ അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് ആ കുട്ടിയുടെ സംരക്ഷണ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം പിന്നീട് ആ കുട്ടി ഏറ്റെടുക്കുന്നത് അബൂ ത്വാലിബാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങോട്ട് റസൂലുള്ളാഹിന്റെ നബുവത്തിന് ശേഷവും നല്ലൊരു കാലഘട്ടത്തുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നത് അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബ് അദ്ദേഹം അങ്ങേയറ്റം ദരിദ്രനായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് നിരവധി കുട്ടികളുണ്ട്. 6 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളാണ് നമുക്കറിയാം അലി ഇബ്നു അബീ ത്വാലിബ്, അതേപോലെ തന്നെ ത്വാലിബ് എന്നറിയപ്പെടുന്ന മറ്റൊരു സന്താനം ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, അതേപോലെ തന്നെ അഖീൽ ഇബ്നു അബീ ത്വാലിബ്, അതെല്ലാം അദ്ദേഹത്തിന്റെ ആൺകുട്ടികൾ. അതേപോലെ തന്നെ ജുമാന, ഉമ്മു ഐമൻ, ഇതേ രൂപത്തിലുള്ള 2 പെൺകുട്ടികൾ. മൊത്തം 6 കുട്ടികൾ അബൂ ത്വാലിബിന് ഓൾറെഡി ഉണ്ടായിരുന്നു. ആ കുട്ടികളുടെ ഇടയിലേക്കാണ്, ആ ദാരിദ്ര്യത്തിന്റെ ഇടയിലേക്കാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുന്നത്. പക്ഷെ അത്ഭുതം എന്താന്ന് വെച്ചാൽ, സ്വന്തം മക്കളെക്കാൾ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നുള്ളതാണ്.
നമുക്ക് സംശയം ഉണ്ടാകും അങ്ങനെ ഒരാൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം ആ രൂപത്തിൽ സ്നേഹിച്ചു എന്നുള്ളതാണ്. അസാധാരണമായിട്ടുള്ളൊരു സ്നേഹം കുട്ടിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കാണിച്ചു എന്നുള്ള. ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹം പറയാണ്, വകാന യുഹിബ്ബുഹു ഹുബ്ബൻ ശദീദൻ ലാ യുഹിബ്ബുഹു വലദുഹു. അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളെക്കാളേറെ അദ്ദേഹം റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. ആ രൂപത്തിലുള്ള അസാധാരണമായിട്ടുള്ള സ്നേഹത്തിന്റെ കാരണമാണ് നേരത്തെ പറഞ്ഞത് അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു സ്നേഹം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് നിക്ഷേപിച്ചു കൊടുത്തു. അതുകൊണ്ട് അലം യജിദിക യതീമൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച രൂപങ്ങളാണതെല്ലാം. അപ്പൊ അതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ ത്വാലിബും അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അവര് രണ്ടുപേരും റസൂലുള്ളാഹിനെ പൊന്നുപോലെ വളർത്തിയെന്നുള്ള. ഫാത്തിമ, നമുക്കറിയാം അബൂ ത്വാലിബ് അദ്ദേഹം ജീവിത അവസാനം വരെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യത്തിൽ തന്നെ വിശ്വസിച്ച ഒരു സ്ത്രീയാണ് അബൂ ത്വാലിബിന്റെ ഭാര്യയായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ. അബൂ ത്വാലിബ് അദ്ദേഹം തന്റെ വീട്ടില് ഒരിക്കൽ പോലും അദ്ദേഹം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. അബ്ദുൽ മുത്തലിബിനെ പോലെ തന്നെ ഏത് സന്ദർഭത്തിലും ഭക്ഷണത്തിന് ഇരിക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴും പ്രവാചകൻ അന്വേഷിക്കും. കുട്ടിയായിരുന്ന പ്രവാചകൻ അന്വേഷിച്ച് കൂടെ ഇരുത്തും. കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധിച്ച് തന്റെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുമായിരുന്നു. ഇബ്നു സഅദിന്റെ തബഖാത്തിൽ അദ്ദേഹം ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം, വീട്ടിൽ അങ്ങേയറ്റം ദാരിദ്ര്യമാണ്, ചില സന്ദർഭത്തിൽ മാത്രമാണ് ഭക്ഷണം ഉണ്ടാവുക. അപ്പൊ ഭക്ഷണം ചില സന്ദർഭത്തിൽ വിളമ്പിക്കഴിഞ്ഞാൽ കുട്ടികൾ മുഴുവൻ ഓടി വന്നിട്ട് വിളമ്പി വെച്ച ഭക്ഷണം മുഴുവൻ എടുത്ത് ഓടും എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ കുട്ടിയായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം നോക്കി നിൽക്കും എന്നുള്ള ആ അദബ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി കാണിക്കുന്ന അസാധാരണമായിട്ടുള്ള അദബ്. മറ്റുള്ള ആളുകളെല്ലാം ഭക്ഷണം കൊണ്ടുപോയതിനു ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്ത് കഴിക്കും എന്നുള്ള. അതല്ലാതെ അവരോടൊപ്പം അതിലേക്ക് കൈയിടാൻ റസൂലുള്ളാഹി പോകില്ല. പക്ഷേ പല സമയത്തും ആ കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം ലഭിച്ചില്ല എന്നുള്ള. പക്ഷെ അത് അവർ ശ്രദ്ധിച്ചില്ല. പിന്നീട് അബൂ ത്വാലിബിന്റെ ശ്രദ്ധയിൽ അത് പെട്ട സന്ദർഭത്തിൽ ഉടനെ തന്നെ അദ്ദേഹം ഭാര്യ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ഇനി എന്തെങ്കിലും ഭക്ഷണം വിളമ്പാണെങ്കിൽ അതില് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനുള്ളത് മാറ്റിവെച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പാൻ പറ്റൂ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിലായിരുന്നു പിന്നീട് അവർ ചെയ്തത്. അതുകൊണ്ടാണ് പിൻകാലത്ത് അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർ മരണപ്പെട്ട സന്ദർഭത്തിൽ അങ്ങേയറ്റം ദുഃഖിതനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ദുഃഖിതനായിട്ട് സ്വഹാബത്ത് കാണപ്പെട്ടു. ആ സന്ദർഭത്തിൽ അവർ ചോദിച്ചു, അവർ കാര്യം അന്വേഷിച്ചു, പ്രവാചകർ എന്തിനാണ് താങ്കൾ ഇത്രയേറെ ദുഃഖിക്കുന്നത്? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ദുഃഖിക്കാതിരിക്കുക? ഒരു അനാഥനായിട്ട് ആ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്ന സന്ദർഭത്തിൽ അവരുടെ സ്വന്തം മക്കളുടെ വിശപ്പ് പോലും വകവെക്കാത്ത എത്രയോ അവരെന്നെ ഊട്ടിയിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ അവരെനിക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. അവരെനിക്ക് മുടി ചീകി തന്നിട്ടുണ്ട്. എന്നെ മകനെ പോലെ അവർ പരിചരിച്ചിട്ടുണ്ട്. എന്റെ മാതാവിന് തുല്യായിരുന്നു അവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻകാലത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ആ ഓർമ്മകളെല്ലാം അനുയായികളുമായിട്ട് പങ്കുവെക്കുന്നതെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സന്താനങ്ങളോടൊപ്പം ആ വീട്ടിൽ വളരുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ആ ഒരു കാലഘട്ടത്ത് അബൂ ത്വാലിബിന്റെ പരിചരണത്തിൽ വളരുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ആ സംഭവമാണ് ഇൻഷാ അല്ലാഹ് പിന്നെ അടുത്തായിട്ട് നമ്മൾ വിശദീകരിക്കുന്നത്. ആ സംഭവത്തെ രണ്ട് രൂപത്തിൽ ചരിത്രകാരന്മാർ നോക്കി കണ്ടിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അവസാനം ഞാൻ പറയും. ആദ്യം ആ സംഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പൊ അബൂ ത്വാലിബിന്റെ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 12 വയസ്സ് പ്രായമുള്ള സന്ദർഭത്തിൽ, ചില റിപ്പോർട്ടുകളിൽ 9 എന്നും കാണാൻ സാധിക്കും. ആ ഒരു സന്ദർഭത്തിൽ അബൂ ത്വാലിബ് അദ്ദേഹം തന്റെ ബിസിനസ് ആവശ്യത്തിന്, കച്ചവട ആവശ്യത്തിന് വേണ്ടി സിറിയയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗം എന്നുള്ളത് കച്ചവടമാണ്. ആ കച്ചവടത്തിന് പ്രധാനമായിട്ട് വർഷത്തിൽ 2 യാത്രകളാണ്, റിഹ്ലത്ത് ശിത്വാഇ വസ്വൈഫ്. ആ ഒരു യാത്ര, സിറിയയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി അബ്ദുൽ മുത്തലിബ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കുട്ടിയായിട്ടുള്ള പ്രവാചകന് അബൂ ത്വാലിബിന് പിരിഞ്ഞിരിക്കാൻ വല്ലാത്ത പ്രയാസം. കാരണം ഉപ്പയെപ്പോലെ സ്നേഹിക്കുന്ന തന്റെ പിതൃ തുല്യനായിട്ടുള്ള അബൂ ത്വാലിബിനെ ദിവസങ്ങളോളം, നമുക്ക് നേരത്തെ പറഞ്ഞാൽ മാസങ്ങളോളം എടുക്കുന്ന യാത്രയാണ്. അത്രയും വലിയൊരു കാലം അബൂ ത്വാലിബിന് പിരിഞ്ഞിരിക്കാൻ ആ കുട്ടിക്ക് വല്ലാത്ത പ്രയാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പോകാൻ വേണ്ടി കരയാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, യാത്ര എന്നുള്ളത് അങ്ങേയറ്റം ദുഷ്കരാണ്. നിരവധി ആളുകൾ ആ യാത്രക്കിടയിലാണ് മരണപ്പെട്ടത്. അത്രയേറെ ദുഷ്കരമായിട്ടുള്ള മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഒരു കുട്ടിയെ കൂടെ കൂട്ടുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസമാണ്. പക്ഷേ കുട്ടിയുടെ കരച്ചിൽ കണ്ട സന്ദർഭത്തിൽ അബൂ ത്വാലിബിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയേറെ ആഴത്തിലുള്ള ഒരു ഹൃദയബന്ധം
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അബൂ താലിബിന് ഉണ്ടായിരുന്നു. രണ്ടും കൽപ്പിച്ച് അബൂ താലിബ് ആ കുട്ടിയെയും യാത്രയിൽ കൂടെ കൂട്ടുകയാണ്. അങ്ങനെ ആ കുട്ടിയെയും കൂട്ടി ആ കാരവനോടൊപ്പം അവര് സിറിയയിലേക്ക് യാത്ര ചെയ്യാൻ. ഈ ഒരു സംഭവം സാന്ദർഭികമായിട്ട് ഈ ഒരു സംഭവം ഒരുവിധം എല്ലാ സീറ ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. സീറ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, ഇതൊരു ഹദീസായിട്ടും സുനനു തുർമുദിയിൽ ഒരു ഹദീസായിട്ടും കാണാൻ സാധിക്കും. ആ ഹദീസിൽ ആ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കുട്ടിയായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നെന്ന് ഹദീസിൽ വായിക്കാൻ സാധിക്കും. അത് ഇൻഷാ അല്ലാഹ് അത് ഞാൻ പിന്നീട് വിശദീകരിക്കും. അപ്പൊ അവരാ യാത്ര ആരംഭിച്ചു. അപ്പൊ യാത്ര സുദീർഘമായിട്ടുള്ള മാസങ്ങൾ നിൽക്കുന്ന യാത്രയാണ്. അപ്പൊ യാത്രക്കിടയിൽ അവർക്ക് നിരവധി പോയിന്റുകളുണ്ട്, നിരവധി വിശ്രമ സ്ഥലങ്ങളുണ്ട്. അവിടെ എത്തുന്ന സന്ദർഭത്തിൽ ആ കാരവൻ അവിടെ നിർത്തി അവർക്ക് വേണ്ട വിശ്രമിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കെല്ലാം അവിടെ നിരവധി പോയിന്റുകൾ അവർ നിർത്താറുണ്ടായിരുന്നു. അങ്ങനെ ആ യാത്രാ സംഘം ജെറൂസലേമിനും ഡമസ്കസിനും ഇടയിൽ ചാവുകടലിനപ്പുറത്തുള്ള ബുസ്ര, ആ ബുസ്ര എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് അവരുടെ സ്ഥിരം പോയിന്റാണ്. അവിടെ എത്തിയ സന്ദർഭത്തിൽ ആ യാത്രാ കാരവൻ അവിടെ തമ്പടിച്ചു. അവിടെ അവര് നിർത്തി. ആ ഒരു സ്ഥലത്ത് ബുസ്ര എന്നറിയപ്പെടുന്ന അവര് നിർത്തുന്ന ആ പോയിന്റിനടുത്ത് ഒരു ക്രിസ്ത്യൻ മഠം, ഒരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു. ഒരു കുന്നിന് മുകളിലായിട്ട് ഒരു മൊണാസ്ട്രി, ഒരു ക്രിസ്ത്യൻ മഠം അവിടെ ഉണ്ടായിരുന്നു. പോസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്കാലഘട്ടത്തിലുള്ള ക്രൈസ്തവരായിട്ടുള്ള പല ആളുകൾ ഇതേ രൂപത്തിൽ ഏതെങ്കിലും കുന്നിന് മുകളിലെല്ലാം മഠങ്ങൾ സ്ഥാപിച്ച് അതിൽ പ്രാർത്ഥിച്ച് ആരാധനയിൽ മുഴുകി ജീവിതകാലം മുഴുവൻ അതേ രൂപത്തിൽ ആരാധനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെക്കുന്ന നിരവധി സന്യാസ രൂപത്തിൽ ജീവിക്കുന്ന നിരവധി ക്രൈസ്തവർ അക്കാലഘട്ടത്തുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ജുറൈജുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. സ്വഹീൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ് ജുറൈജിന്റെ സംഭവം, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പൊ ആ രൂപത്തിൽ ജീവിതം ഒഴിഞ്ഞുവെക്കുന്ന നിരവധി ഇതേ രൂപത്തിലുള്ള സന്യാസിമാർ, പുരോഹിതന്മാർ അക്കാലഘട്ടത്തുണ്ടായിരുന്നു. ആ ബുസ്ര അവര് ആ പോയിന്റ് ചെയ്ത അല്ലെങ്കിൽ ആ യാത്രാ കാരവൻ നിർത്തിയ അവിടെ ഉണ്ടായിരുന്ന ഒരു മഠത്തിൽ അവിടെയും ഒരു ഇതേ രൂപത്തിലൊരു പുരോഹിതൻ, അദ്ദേഹത്തിന്റെ പേര് ബഹീറ അല്ലെങ്കിൽ ബുഹൈറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുക. അദ്ദേഹം അതേ രൂപത്തിൽ അവിടെ ഒരു മഠത്തിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. ഒരു റാഹിബാണ്, ഒരു പുരോഹിതനാണ്. ഈ കാരവൻ കാലങ്ങളായിട്ട് വർഷങ്ങളോളായിട്ട് അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അയാൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കാറില്ല. അവരും അതുവഴി കടന്നു പോകുന്ന സന്ദർഭത്തിൽ ആ മഠത്തിലേക്ക് അവര് ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ ആ കാരവൻ അതുവഴി വന്ന സന്ദർഭത്തിൽ ഈ ബുഹൈർ അദ്ദേഹത്തിന്റെ ആ മഠത്തിൽ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അല്പം സ്ലോപ്പായിട്ട് ഒരു കുന്നിന് മുകളിലാണ് ആ മഠം ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആ മഠത്തിൽ നിന്നും ആ യാത്രാ സംഘത്തെ അദ്ദേഹം വീട്ടിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അസാധാരണമായിട്ടുള്ള പലതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ, ആ യാത്രാ സംഘത്തോടൊപ്പം ഒരു മേഘം, ഒരു പ്രത്യേകമായിട്ടൊരു മേഘം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ മേഘം യാത്രാ സംഘത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് അവർക്ക് തണല് നൽകിക്കൊണ്ട് യാത്രാ സംഘത്തോടൊപ്പം ഒരു മേഘം ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അവസാനം ആ യാത്രാ സംഘം വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയ സന്ദർഭത്തിൽ ആ മേഘം ഒരു പ്രത്യേക ഭാഗത്തേക്ക് നീങ്ങി. അതിൽ ചില ആളുകൾ പോയിരുന്ന ഒരു വൃക്ഷത്തിന്റെ അടിയിൽ അവർ പോയിരുന്ന സന്ദർഭത്തിൽ ആ വൃക്ഷത്തിന്റെ ശാഖകൾ ഒരു പ്രത്യേക ഭാഗത്തേക്ക് വളഞ്ഞ് തണല് നൽകുന്നതായിട്ടെല്ലാം അദ്ദേഹം ആ മേലെ അദ്ദേഹത്തിന്റെ ആ മഠത്തിൽ നിന്നും അദ്ദേഹം നിരീക്ഷിക്കുകയാണ്. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, സൃഷ്ടികൾ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വഴങ്ങിയ നിരവധി സ്വഹിയായിട്ടുള്ള സംഭവങ്ങൾ, നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു കല്ല് ദിനേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയാറുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പിൽക്കാലത്ത് പറയുന്നുണ്ട്. സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞ സന്ദർഭത്തിൽ ഒരു മരത്തടിക്ക് മീതെ കയറി നിന്നായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ഖുത്ബ നിർവഹിച്ചത്. പിന്നീട് അനുയായികൾ ഒരു നല്ല മിമ്പർ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തടിയിൽ നിന്നും മിമ്പറിലേക്ക് മാറിയ സന്ദർഭത്തിൽ ആ മരത്തടി റസൂലുള്ളാഹിനെ പ്രവാചകനെ മിസ് ചെയ്തത് കാരണം ആ മരത്തടി കരഞ്ഞു എന്നുള്ള ആ കരച്ചില് അവിടെ ഇരിക്കുന്ന മുഴുവൻ സ്വഹാബത്തും കേട്ടു. മുത്തവാത്തറായിട്ടുള്ള സംഭവമാണ്, ഹദീസാണ്, നിഷേധിക്കാൻ സാധ്യമല്ലാത്ത ഹദീസാണ്. അങ്ങനെ ആ രൂപത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരു വൃക്ഷങ്ങള് ആ മറ നൽകിയ ഇതേ രൂപത്തിലുള്ള നിരവധി സ്വഹിയായിട്ടുള്ള ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പൊ ഈ രൂപത്തിലുള്ള അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഇനിയും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത് സംഭവിക്കുന്നത് ആ ഒരു പുരോഹിതൻ അദ്ദേഹം ഈ ദൃശ്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് അദ്ദേഹം മഠത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നിരീക്ഷിക്കാൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാലങ്ങളായിട്ട് വരാനിരിക്കുന്ന ഒരു ദൂതനെ അദ്ദേഹം കാത്തിരിക്കാൻ. നേരത്തെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ആ സുദീർഘമായിട്ടുള്ള കഥ നമ്മൾ പരാമർശിച്ച സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത്
പല ആളുകളും ഇതേ രൂപത്തിൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്തുമതത്തെ പഠന വിധേയമാക്കിയ പല ആളുകളും അവസാന കാലത്ത് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് ഉള്ള പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇതേ രൂപത്തിലുള്ള ചില സൈനുകളെല്ലാം കണ്ട സന്ദർഭത്തിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ മഠത്തിൽ നിന്ന് പുറത്തിറങ്ങി ആ യാത്രാ സംഘത്തിന്റെ നേരെ അദ്ദേഹം വന്നു. അപ്പൊ അവര് അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും കാലം അവർ യാത്ര ചെയ്തിട്ടും ഇന്നേ വരെ ഈ രൂപത്തിലുള്ള ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം ആ മഠത്തിൽ ആരും അവരെ ശ്രദ്ധിക്കാറില്ല, അവരെയും ശ്രദ്ധിക്കാൻ പോകാറില്ല. ഈ രൂപത്തിലൊരു പുരോഹിതൻ തങ്ങൾക്ക് നേരെ നടന്നു വരുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹം ഒരു ദൂതനെ പറഞ്ഞയച്ചൊന്നും കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ബഹീറ യാത്രാ സംഘത്തിന്റെ ആ ഖുറൈശി കാരവന്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കുള്ള ഭക്ഷണം, ഇന്ന് ഉച്ചക്കുള്ള ഭക്ഷണം ഞങ്ങളുടെ മഠത്തിൽ വെച്ച് നൽകും. അതുകൊണ്ട് നിങ്ങളെല്ലാ ആളുകളും ഉച്ച സമയത്ത് ഞങ്ങളുടെ മഠത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ മുഴുവനും ഉച്ചഭക്ഷണത്തിന് വേണ്ടി ആ മഠത്തിലേക്ക് ക്ഷണിക്കാൻ അവർ വല്ലാത്ത സന്തോഷമായി. കാരണം ഈ വലിയ യാത്രയിൽ ഇത്രയും നല്ല സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണത്തിന് ഒരാൾ ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ വലിയൊരു ചാൻസ് കൂടെയാണ്. അവർ സന്തോഷത്തോടുകൂടെ ക്ഷണം സ്വീകരിച്ചു. ആ ഉച്ചക്ക് യാത്രാ സംഘം, ആ സംഘത്തിലുള്ള മുഴുവൻ ആളുകളും ആ ബഹീറയുടെ അല്ലെങ്കിൽ ബുഹൈറയുടെ മഠത്തിലേക്ക് അവർ ഭക്ഷണത്തിന് വേണ്ടി പോയ സന്ദർഭത്തിൽ അവര് കുട്ടിയായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് ആ കാരവനെല്ലാം നോക്കാൻ വേണ്ടി അവിടെ നിർത്തി. കാരണം ആ കുട്ടിയെ എല്ലാ സാധനങ്ങളും അവിടെ ഉപേക്ഷിച്ച് പോകാൻ സാധ്യമല്ല. അപ്പോ കുട്ടിയായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടിയോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അവിടെ നിർത്തിക്കൊണ്ട് അവർ മുഴുവൻ ആ ബഹീറയുടെ മഠത്തിലേക്ക് പോവാൻ. അപ്പൊ അവര് കയറി വരുന്ന സന്ദർഭത്തിൽ ഓരോ ആളുകളെയും സൂക്ഷ്മമായിട്ട് ബഹീറ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഓരോ ആളുകളുടെയും അദ്ദേഹം ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വരുന്ന ഏതെങ്കിലും ഒരാളിൽ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അവർക്ക് ആർക്കും അറിയില്ല. അവര് ചിന്തിക്കുന്നത് നിഷ്കളങ്കമായിട്ട് ഒരു ഭക്ഷണം ഓഫർ ചെയ്തതെന്ന് മാത്രമാണ്. പക്ഷേ ബഹീറക്ക് അവരെ തന്റെ മഠത്തിലേക്ക് ക്ഷണിച്ചതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം അവർക്ക് ആർക്കും അറിയില്ല. ഓരോ ആളുകളെയും അദ്ദേഹം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച സന്ദർഭത്തിൽ അസാധാരണമായിട്ട് ഒന്നും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അപ്പൊ മുഴുവൻ ആളുകളും ഭക്ഷണത്തിനെല്ലാം ഇരുത്തിയതിനു ശേഷം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എല്ലാ ആളുകളും വന്നിട്ടുണ്ടല്ലോ, ആരെങ്കിലും ഇനി വിളിക്കാത്തതായിട്ടുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, ഇല്ല, എല്ലാവരും വന്നിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ആരോ ഒരാൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, നിങ്ങളൊന്ന് ഓർത്തു. അദ്ദേഹം ഇതേ രൂപത്തിൽ അവരോട് ആവർത്തിച്ച സന്ദർഭത്തിൽ അതിലൊരാൾ പറഞ്ഞു, ഒരു ചെറിയ കുട്ടിയുണ്ട്, അവനുള്ള ഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, അവനവിടെ ഞങ്ങളുടെ സാധനങ്ങൾ നോക്കാൻ വേണ്ടി അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ബഹീറ പറഞ്ഞു, പാടില്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മൊത്ത ആളുകൾ ആ ഭക്ഷണത്തിന് വേണ്ടി വരണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ഒരാളെ അവിടെ നിർത്തേണ്ടതില്ല, മുഴുവൻ ആളുകളും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം നിർബന്ധമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ആ കുട്ടിയെ വിളിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. ഉടനെ തന്നെ ഒരാൾ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ആ ബഹീറയുടെ മഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കയറിയ ഉടനെ തന്നെ ബഹീറ ഒറ്റ നോട്ടത്തിൽ തന്നെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന് അസാധാരണമായിട്ട് പലതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അദ്ദേഹത്തിന് നിരീക്ഷിക്കാൻ സാധിച്ചു. പിന്നീട് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തുടനീളം ബഹീറ കുട്ടിയെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ ഓരോ ചലനങ്ങളും സൂക്ഷ്മമായിട്ട് ബഹീറ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ആ പുരോഹിതൻ ബഹീറ ആ കുട്ടിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോയിട്ട് നിരവധി സംസാരങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ആ കുട്ടിയുടെ ദിനചര്യകളെപ്പറ്റി അതേപോലെ തന്നെ ജീവിത രീതിയെപ്പറ്റി എല്ലാം ബഹീറ ചോദിച്ചറിഞ്ഞു. അവസാനം മറ്റൊരു റിപ്പോർട്ടിൽ ബഹീറ സംസാരത്തിനിടയിൽ റസൂലുള്ളാഹിന്റെ പുറം തടവി വളരെ വളരെ സമർത്ഥമായിട്ട് ആ പ്രവാചകത്വ മുദ്രയും അദ്ദേഹം പരിശോധിച്ചു എന്നെല്ലാം കാണാൻ സാധിക്കും. ആ സംസാരം എല്ലാം നടത്തിയതിനു ശേഷം പിന്നീട് മറ്റുള്ള ആളുകളുടെ എല്ലാം ശ്രദ്ധ തിരിഞ്ഞെന്ന് കണ്ട സന്ദർഭത്തിലും എല്ലാം അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് പോയി. കുട്ടിയുടെ സംരക്ഷകനായിട്ടുള്ള അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ കുട്ടിയുടെ ആരാണ്? അദ്ദേഹം അബൂ ത്വാലിബിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കുട്ടിയുടെ ആരാണ്? അപ്പൊ അബൂ ത്വാലിബ് പറഞ്ഞു, അബൂ, ഞാന് ആ കുട്ടിയുടെ ഉപ്പയാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ ബഹീർ അദ്ദേഹം പറഞ്ഞില്ല, ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല, നിങ്ങളൊരിക്കലും ഈ കുട്ടിയുടെ ഉപ്പയാകാൻ വഴിയില്ല. കാരണം മാക്കാൻ അലൈ ഹാദൽ ഗുലാമി അൻ യകൂന അബൂഹു ഹയ്യൻ, ഈ കുട്ടിയുടെ പിതാവ് ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല. അതായത് ഈ കുട്ടിക്ക് ഒരിക്കലും പിതാവ് ഉണ്ടാവില്ല. അതെല്ലാം സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷേ അതെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർക്ക് ഇതേ രൂപത്തിലുള്ള സൂചനയായിട്ട് നൽകപ്പെട്ടതായേക്കണം. അല്ലാഹു അലം. സുബ്ഹാനല്ലാഹ്. ബഹീറ പറയാണ്, ഒരിക്കലും ഈ കുട്ടിക്ക് ഉപ്പ ഉണ്ടാകാൻ പാടില്ല.
ഉടനെ തന്നെ അബൂ താലിബ് പറഞ്ഞു ഇന്നഹു ഇബ്നു അഖി, അവന് എന്റെ സഹോദരന്റെ പുത്രനാണ്, അതെന്റെ മകനല്ല, എന്റെ സഹോദരന്റെ പുത്രൻ. ആ സന്ദർഭത്തിൽ ബഹീറ പറഞ്ഞു അൽ ആന സദഖ്ത, നീ ഈ സന്ദർഭത്തിൽ ഇപ്പോഴാണ് നീ സത്യം പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ പറയുന്നത് സത്യമാണ്. അപ്പൊ ബഹീറക്ക് വളരെ കൃത്യമായിട്ട് അതെല്ലാം അറിയാമായിരുന്നു. അദ്ദേഹം ഓരോന്ന് പരിശോധിക്കാൻ. അതിനുശേഷം അദ്ദേഹം അബൂ താലിബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടിയിൽ അസാധാരണമായിട്ടുള്ള പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുട്ടിയുമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതും അതേപോലെ തന്നെ സിറിയയിലേക്ക് യാത്ര ചെയ്യുന്നതെല്ലാം അപകടമാണ്. കാരണം ജൂതന്മാര് ഇതേ രൂപത്തിൽ, അതായത് പിൻകാലത്ത് വരാനിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവര് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ രൂപത്തിലൊരു പിൻകാലത്ത് വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ ജനിച്ചിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്തയെല്ലാം അവരറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയായിട്ട് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് സുരക്ഷിതല്ല, എത്രയും പെട്ടെന്ന് ആ കുട്ടിയുമായിട്ട് നിങ്ങൾ മക്കയിലേക്ക് മടങ്ങണമെന്ന് ബഹീറ അബൂ ത്വാലിബിനെ നിർദ്ദേശിക്കുകയാണ്. മറ്റു റിപ്പോർട്ടിൽ തുർമുദി ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ബഹീറ അല്ലെങ്കിൽ ബുഹൈറ ഇതേ രൂപത്തിൽ സംസാരിച്ചതിനെല്ലാം ശേഷം പെട്ടെന്ന് ചില റോമൻ പടയാളികൾ അങ്ങോട്ട് വന്നു എന്നുള്ള 7ഓളം റോമൻ പടയാളികൾ പെട്ടെന്ന് കയറി വന്നു. അവര് ബഹീറയോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ജനിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടു, അതായത് പ്രവാചകനാണെന്ന് അവകാശം ഉന്നയിക്കുന്ന ഒരാൾ ജനിച്ചിട്ടുണ്ടെന്ന്, അറബികൾക്കിടയിൽ ജനിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അയാൾ ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു ദേശത്ത് എവിടെയോ ഉണ്ടെന്നുള്ള ചില സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ബഹീറോട് ചില റോമൻ പടയാളികൾ വന്ന് പറഞ്ഞു എന്നുള്ള. അപ്പൊ ഉടനെ തന്നെ ബഹീറക്ക് അപകടം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ പിഴച്ചതാണ്, ഈ രൂപത്തിലൊന്നും ആവില്ല, ഈ ഒരു പ്രദേശത്ത് അവരുണ്ടാകാൻ വഴിയില്ലെന്നെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ പറഞ്ഞയച്ചു എന്നും കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അബൂ താലിബിനോട് അദ്ദേഹം ഉടനെ തന്നെ കുട്ടിയായിട്ട് നിങ്ങൾ സിറിയയിലേക്ക് പോകരുത്, നിങ്ങൾ മടങ്ങണമെന്ന് അബൂ താലിബിനെ അദ്ദേഹം നിർദ്ദേശിച്ചു. ഉടനെ തന്നെ അബൂ താലിബ് ആ കുട്ടിയെയുമായിട്ട് മക്കയിലേക്ക് മടങ്ങി. ചില റിപ്പോർട്ടുകളിൽ മറ്റാരുടെ കൂടെ അബൂ താലിബിനെ മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് മക്കയിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ള. അപ്പൊ തിർമുദി ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹിന്റെ കൂടെ ബിലാലിനെയും അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞയച്ചു എന്നുള്ള. ഇതാണ് ആ സംഭവം. ഈ സംഭവം 100% ശരിയാണെങ്കിൽ, പ്രത്യേകം ഞാൻ പറയാണ്, ഇൻഷാ അല്ലാഹ് അതിന്റെ കാരണം അവസാനം പറയും. 100% ശരിയാണെങ്കിൽ അതിലുള്ള മനോഹരമായിട്ടുള്ള ചില പാഠങ്ങൾ, അതാണ് അടുത്തതായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ പാഠം നേരത്തെ ഞാൻ പറഞ്ഞു, അക്കാലഘട്ടത്ത് അറേബ്യയിലും അതേപോലെ തന്നെ അറേബ്യയുടെ പുറത്തും ജീവിക്കുന്ന നിരവധി വേദക്കാരായിട്ടുള്ള നിരവധി ആളുകൾക്ക് അവസാന കാലത്ത് തങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ചില ധാരണകൾ ഉണ്ടായിരുന്നു. ആ പ്രവാചകനെ കുറിച്ച് തെളിവ് സഹിതം കൃത്യമായിട്ടുള്ള ചില സൂചനകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദമായിട്ടുള്ള ചരിത്രം നമ്മൾ സീറക്കട് അത് സൂചിപ്പിക്കാനുള്ള കാരണം അതാണ്. അതിൽ നമ്മൾ കൃത്യമായിട്ട് അത് കണ്ടു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വഹി ലഭിച്ചതിന് ശേഷം വറഖ ബിൻ നൗഫലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ, വറഖ അക്കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയൊരു ക്രൈസ്തവ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആ സന്ദർഭത്തിൽ നടത്തുന്ന സംഭാഷണമല്ല അതിന് തെളിവാണ്. അദ്ദേഹം ഉടൻ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു വളരെ കൃത്യമായിട്ട് അവർക്ക് അത് അറിയായിരുന്നു. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, അക്കാലഘട്ടത്ത് ജൂതന്മാർ യമനിൽ നിന്നും കൂട്ടമായിട്ട് ജൂതന്മാർ പാലായനം ചെയ്ത് മദീനയിൽ എത്താനുള്ള ഒരു കാരണം തന്നെ അന്തിമകാലത്ത്, അവസാന കാലത്ത്, ആഖിർ സമാൻ, ആ കാലഘട്ടത്ത് വരാനിരിക്കുന്ന പ്രവാചകൻ ആ ഒരു ദേശത്തേക്കാണ് വരിക എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചന അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രവാചകനെയും പ്രതീക്ഷിച്ചിട്ടാണ് അവരങ്ങോട്ട് വന്നത്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, യഅരിഫൂനഹും കമാ യഅരിഫൂന അബ്നാഅഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജൂതന്മാർക്ക് സ്വന്തം മക്കളെ തിരിച്ചറിയുന്ന രൂപത്തിൽ അവർക്ക് ആ പ്രവാചകൻ അവർക്ക് അറിയായിരുന്നു. അത്ര കൃത്യമായിട്ടുള്ള സൂചനകൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കും, മദീനയിലുണ്ടായിരുന്ന ജൂതഗോത്രങ്ങൾ ഔസും ഖസ്റജെല്ലാം അക്കാലഘട്ടത്ത് അറബ് ഗോത്രങ്ങളുമായിട്ട് അവർ യുദ്ധം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ പല സന്ദർഭത്തിലും അവർ കൈയുയർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹു മൻസുർന അലൈഹിം ബിനബിയില്ലദി യുബഅസു ആഖിരി സമാൻ. ഓ അല്ലാഹ്, അവസാന കാലത്ത് ഞങ്ങളിലേക്ക് നീ അയക്കാനിരിക്കുന്ന ആ പ്രവാചകനെ വെച്ചുകൊണ്ട് നീ സഹായിക്കണമെന്ന് അക്കാലഘട്ടത്ത് ജൂതന്മാരവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ള. അത് മാത്രമല്ല, അവര് പരാജയപ്പെട്ടാൽ അവർ പറയോ, ഈ സന്ദർഭത്തിൽ നിങ്ങൾ പരാജയപ്പെടുത്തിയാലും ഞങ്ങളിലേക്ക് ആ ദൂതം വരട്ടെ, ആ സന്ദർഭത്തിൽ നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നല്ല ജൂതന്മാർ അക്കാലഘട്ടത്ത് അഹങ്കാരത്തോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന അറബികളോട് പറയാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയേറെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവര് ആ ദൂതനെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ദൂതൻ, അവർ പ്രതീക്ഷിക്കുന്ന ആ ദൂതൻ
അവസാനം കടന്നു വന്ന സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചത്? പരിശുദ്ധ ഖുർആൻ മനോഹരായിട്ട് സംഭവിച്ചത് എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സൂറത്തുൽ ബഖറയുടെ 89ാമത്തെ വചനം, മനോഹരായിട്ടുള്ള വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖൻ ലിമാ മഅഹും. അവരുടെ കൈവശമുള്ള ആ ഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട്, അതായത് അവരുടെ കയ്യിലുള്ള തെളിവുകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അവസാനം ഒരു പ്രവാചകൻ ആ ഗ്രന്ഥവുമായിട്ട് അവരിലേക്ക് വന്ന സന്ദർഭത്തിൽ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു, ആയത്ത് ശ്രദ്ധിക്കുക, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവരാ വരാനിരിക്കുന്ന പ്രവാചകന്റെ പേരും പറഞ്ഞ് മുമ്പ് അവർ പ്രാർത്ഥിക്കാർ വരെ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, ആ പ്രവാചകന്റെ പേരും പറഞ്ഞ് ജൂതന്മാരെ മുമ്പ് യസ്തഫ്തിഹൂൻ, അവര് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക വരെ ചെയ്തിരുന്നു. അത്രയേറെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവാചകൻ അവരിലേക്ക് വന്ന സന്ദർഭത്തിൽ ഫലമ്മാ ജാഅഹും മാ അറഫു, അവർക്കറിയാവുന്ന ആ പ്രവാചകൻ അവസാനം അവരിലേക്ക് വന്ന സന്ദർഭത്തിൽ അറഫു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നേരത്തെ ആയത്തും, യഅരിഫൂനഹും കമാ യഅരിഫൂന അബ്നാഹും, സ്വന്തം മക്കളെ പോലെ അവർക്കറിയാവുന്ന ആ പ്രവാചകൻ അവസാനമായിട്ട് അവരിലേക്ക് വന്ന സന്ദർഭത്തിൽ കഫറു ബിഹി, അവർ നിഷേധിക്കുകയും ചെയ്തു. അത്രയേറെ പ്രതീക്ഷിക്കുന്ന ആ പ്രവാചകൻ അവരിലേക്ക് അവസാനം കടന്നു വന്ന സന്ദർഭത്തിൽ കഫറു ബിഹി, അവരെ നിഷേധിച്ചു. ആദ്യം അവരായിരുന്നു യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കേണ്ടിയിരുന്നത്. അത്രയേറെ അവർക്ക് തെളിവ് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ 41ാമത്തെ വചനത്തിൽ ആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅഹും വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വേദഗ്രന്ഥത്തെ ശരിവെച്ചുകൊണ്ട് ഞാൻ അയച്ച ആ പ്രവാചകന്മാരിൽ ആദ്യമായിട്ട് അവല മുഅ്മിനല്ല അവല കാഫിരിൻ ബിഹി, ആദ്യമായിട്ട് അവർ നിഷേധിച്ചു. വളരെ വിചിത്രമായിട്ടുള്ള സമീപനാണ് ജൂതന്മാർ കൈക്കൊണ്ടത്. അവര് വിശ്വസിച്ചില്ല. കാരണം അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. ആ അറിയാമെന്നുള്ള വസ്തുതയാണ് ആ ബുഹൈറയുടെ കഥയും അതേപോലെ തന്നെ നിരവധി സംഭവങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണിച്ചിരുന്നത്. അവർക്ക് മക്കളെക്കാൾ അറിയായിരുന്നു. പക്ഷേ അവര് നമുക്കറിയാം, അവർക്ക് അറിയായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു തെളിവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂത ഗോത്രത്തിൽ നിന്നും ഒരു സ്ത്രീയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വിവാഹം കഴിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യയായിരുന്ന സൊഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂത ഗോത്രത്തിൽ നിന്ന് ആ വിവാഹത്തിന് ഒരു പ്രത്യേക പശ്ചാത്തലം ഇൻഷാ അല്ലാഹ് ആ സന്ദർഭത്തിൽ നമ്മൾ വിവരിക്കുന്നതാണ്. ആ സൊഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ അവരുടെ പിതാവ് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ ജൂത റാബായിയാണ്. ഹുയൈ ഇബ്നു അഖ്ത എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അക്കാലഘട്ടത്തിലുള്ള വലിയ ഒരു ജൂത റാബായിയാണ്. അതേപോലെ തന്നെ അവരുടെ പിതാവിന്റെ സഹോദരനുണ്ട്. ആ സഹോദരൻ, അവർ രണ്ടുപേരും അക്കാലഘട്ടത്ത് മദീനയിൽ ഉണ്ടായിരുന്ന വലിയ രണ്ട് ജൂത പണ്ഡിതന്മാരാണ്. പിൻകാലഘട്ടത്ത് സഫിയ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിയായതിനു ശേഷം അവരുടെ ചെറുപ്പകാലത്തുള്ള ചില സംഭവങ്ങൾ അവർ ഉദ്ധരിക്കുന്നുണ്ട്. സ്വയായിട്ടുള്ള ഉദ്ധരണിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയാണ്, ഒരിക്കല് എന്നെ അവര് അതായത് എന്റെ പിതാവിന്റെ സഹോദരങ്ങളെല്ലാം എന്നെ അങ്ങേയറ്റം അവർ സ്നേഹിച്ചിരുന്നു. ഏത് സമയത്ത് അവർ വീട്ടിൽ വന്നാൽ എന്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കുക, എന്നോടൊപ്പം എന്നെ അവർ കളിപ്പിച്ചുകൊണ്ടാണ് ഏത് സമയവും അവർ ചെലവഴിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ എന്റെ പിതാവിന്റെ സഹോദരനും വളരെ അസ്വസ്ഥനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. അപ്പൊ ഞാൻ അവരുടെ കൂടെ കളിക്കാൻ പോയി. പക്ഷേ അവരെന്നെ ശ്രദ്ധിക്കൊന്നുമില്ല. അസാധാരണമായിട്ട് എന്നും അവരെന്നെ കളിപ്പിക്കാറുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം അവരെന്നെ ശ്രദ്ധിക്കുന്നില്ല. അവരങ്ങേയറ്റം അസ്വസ്ഥമായിട്ട് അവർ രണ്ടാളെ എനിക്ക് കാണപ്പെട്ടു എന്നുള്ള. ഒരല്പം സമയം കഴിഞ്ഞപ്പോ ഈ രണ്ടാളുകൾ, അതായത് സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവും അദ്ദേഹത്തിന്റെ സഹോദരനും ഒരു റൂമിലേക്ക് പോയി. എന്നിട്ട് അവര് നടത്തിയ സംഭാഷണം ഞാൻ അപ്പുറത്തുനിന്ന് കേട്ടവര് പറയാണ്, ആ പിതാവിനോട് സഹോദരൻ ചോദിക്കാണ്, ഹുവ, അതായത് നമ്മൾ പറഞ്ഞ വ്യക്തിയാണോ അത്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് പ്രവാചകൻ ഖുബയിൽ എത്തിയ സന്ദർഭത്തിലാണ് ഈ സംഭാഷണം അവിടെ അരങ്ങേറുന്നത്. സഹോദരൻ ചോദിക്കാണ് പിതാവിനോട്, ആ വ്യക്തി തന്നെയാണോ അത്? നമ്മൾ ഇത്രയും കാലം പ്രതീക്ഷിച്ച് തെളിവുകളെല്ലാം വെച്ച് പരിശോധിച്ച ആ വ്യക്തിയാണോ അത്? ആ സന്ദർഭത്തിൽ പിതാവ് പറഞ്ഞു, ഹുവ, അതന്നെയാണ്, നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി തന്നെയാണ് അത്. ഉടനെ തന്നെ ആ സഹോദരൻ ചോദിക്കുന്നുണ്ട്, ഇനി നമ്മളെന്താണ് ചെയ്യുക? കാരണം എന്താന്ന് വെച്ചാൽ, കാരണം ഞാൻ പറഞ്ഞു, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ നിന്നും വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അറബികൾക്കിടയിൽ നിന്നാണ് അവസാനത്തെ ദൂതം കടന്നു വന്നത്. അപ്പൊ ഇനി എന്താണ് ചെയ്യാന്ന് പിതാവിന്റെ സഹോദരനെ ചോദിച്ച സന്ദർഭത്തിൽ ആ പിതാവ് പറയുന്നുണ്ട്, എന്റെ ശരീരത്തിൽ ജീവൻ നിൽക്കുന്ന കാലം അത്രയും ഞാൻ അയാളെ എതിർക്കും, ഒരിക്കലും വിട്ടുകൊടുക്കില്ല, മരണം വരെ ഞാൻ അയാളുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് സഹോദരനോട് നടത്തുന്ന സംസാരമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവർക്ക് വളരെ കൃത്യമായിട്ട് അവർക്കറിയായിരുന്നു
പക്ഷേ അറിഞ്ഞിട്ടും അവര് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരുടെ പ്രശ്നം അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനല്ലാഹ് മനോഹരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയം സ്കാൻ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രശ്നം പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ 109 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം. അവർക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടും അസൂയ നിമിത്താണ് അവർ നിഷേധിച്ചത്. അസൂയ എന്താണ് അസൂയ? അതായത് ആ പ്രവാചകൻ ഞങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വരണം, അറബികളെ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അതായിരുന്നു അവരുടെ പ്രശ്നം. സൂറത്തുൽ ബഖറ നിങ്ങൾ വിശദമായിട്ട് ആ ഒരു ഭാഗം വായിച്ചു നോക്കുക, അതിന്റെ തഫ്സീർ. അതാണ് യഥാർത്ഥത്തിൽ ബുഹൈറയുടെ ആ ഒരു സംഭവം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം. അപ്പൊ ബഹീറയുടെ സംഭവം നമ്മൾ പറഞ്ഞു, അതിലുള്ള ചില പാഠങ്ങളും പറഞ്ഞു. അവസാനമായിട്ട് ഈ ഒരു കഥയിലുള്ള ചില പ്രശ്നങ്ങൾ, ഞാൻ തുടക്കത്തിൽ ഈ കഥ ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ഈ കഥ 100% സ്വീകാര്യമാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ കഥയെ 2 രൂപത്തിൽ പണ്ഡിതന്മാർ വീക്ഷിച്ചിട്ടുണ്ടെന്നെല്ലാം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. ആ പോയിന്റിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം, ഈ ഒരു കഥ പല സന്ദർഭത്തിൽ നമ്മൾ കേൾക്കാനിടയുള്ളത് ഇസ്ലാമിക വിമർശകരായിട്ടുള്ള ആളുകളുടെ വായിൽ നിന്നാണ് ഈ ഒരു കഥ പല ആളുകളും കേട്ടിരിക്കാൻ സാധ്യത. പ്രധാനമായിട്ട് ക്രൈസ്തവ മിഷനറിമാരും അതേപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകളെല്ലാം അങ്ങേയറ്റം ആഘോഷിക്കുന്ന ഒരു കഥ കൂടെയാണ് ഈ ബഹീറയുടെ അല്ലെങ്കിൽ ബുഹൈറയുടെ ഈ കഥ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് ഈ ഒരു കഥ. എങ്ങനെയാണ് അത് കച്ചിത്തുരുമ്പ് ആകുന്നതെന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മക്കയിലുള്ള ഒരു സാഹചര്യം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനാണ്, നബിയൽ ഉമ്മ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാനോ വായിക്കാൻ അറിയില്ല. മക്കയിൽ അവിടെ ജൂതന്മാരില്ല, ക്രൈസ്തവരില്ല. അതേപോലെ തന്നെ എഴുതാനും വായിക്കാൻ അറിയാവുന്ന ആളുകൾ തന്നെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മക്കയിലുള്ളത്. അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന നിരക്ഷരനായിട്ടുള്ള ഒരാള് എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് ജൂതന്മാർക്കും ക്രൈസ്തവർക്കും അവർക്ക് മാത്രം അറിയാവുന്ന ചരിത്രം സംസാരിക്കുക? അവരുടെ ഗ്രന്ഥത്തിൽ മാത്രമുള്ള ചരിത്രം, അവർക്ക് അറിയാത്ത ഡീറ്റെയിലുകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരാൾ സംസാരിക്കുക? അതായത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേട്ടുകേൾവി പോലില്ലാത്ത, അറേബ്യക്ക് പുറത്ത് ജീവിച്ച യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ മറിയം സലാമുൻ അലൈഹ, അവരുടെ ചരിത്രം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, ഗുഹാവാസികളുടെ അസാബുൽ കഹഫിന്റെ കഥയെല്ലാം എങ്ങനെയാണ് അറബ് ദേശത്തുള്ള ഒരാൾ ഇത്രയും കൃത്യമായിട്ട് ഉദ്ധരിക്കാൻ സാധിക്കുക? അത് വല്ലാത്തൊരു പ്രഹേളികയാണ്. അതൊരു ചോദ്യചിഹ്നമായിട്ട് വിമർശകരുടെ മുമ്പിലുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അവർ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭത്തിലും അതേ പോയിന്റ് വെച്ചിട്ട് വിമർശകരായിട്ടുള്ള ആളുകളെ ബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് വെച്ചിട്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇതേ രൂപത്തിൽ അറബികൾക്ക് അറിയാത്ത നിരവധി ചരിത്രം പറയുന്നതിനിടക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യം, ആ മനോഹരമായിട്ടുള്ള കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ച സന്ദർഭത്തിൽ സൂറത്ത് യൂസുഫിന്റെ 102 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുനീള കഥ പരാമർശിച്ചതിന് ശേഷം വമാ കുൻത ലദൈഹിം ഇത് അജ്മഉ അംറഹും, ഓ പ്രവാചകരെ, അവര് ആ യൂസുഫിന്റെ സഹോദരങ്ങൾ രഹസ്യമായിട്ട് അത് കൂടി തീരുമാനിച്ച സന്ദർഭത്തിൽ വമാ കുൻത ലദൈഹിം, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, പ്രവാചകൻ അതിനൊന്നും സാക്ഷിയല്ല, പിന്നെ എവിടെ നിന്ന് കിട്ടി? അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിന്റെ കഥ ഉദ്ധരിച്ച സന്ദർഭത്തിൽ സൂറത്ത് ആൽ ഇംറാന്റെ 44 വചനത്തിൽ വമാ കുൻത ലദൈഹിം ഇത് യൽഖൂന അഖ്ലാമുഹും അയ്യഹും യക്ഫുലു മറിയമിനെ ആര് തെരഞ്ഞെടുക്കും, ആര് ഏറ്റെടുക്കും എന്നുള്ള വിഷയത്തിൽ അവർക്കിടയിൽ അവര് ആ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് അവര് നറുക്കിട്ട സന്ദർഭത്തിൽ പ്രവാചകരെ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ എവിടെ നിന്ന് കിട്ടി? അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കഥ പരാമർശിച്ച സന്ദർഭത്തിൽ സൂറത്തുൽ ഖസസിന്റെ 46 വചനത്തിൽ വമാ കുൻത ബിജാനിബി തൂർ, ആ തൂർ പർവ്വതത്തിന് മുകളിൽ, അതായത് ആ കൂരാകൂരിരുട്ടിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ പർവ്വതത്തിന് മുകളിലുണ്ടായ അനുഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രവാചകരെ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല, എവിടെ നിന്ന് കിട്ടി? പിന്നീട് ഈ ഒരു ചരിത്രമെല്ലാം റസൂലുള്ളാഹിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതിനുള്ള ഉത്തരവും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ ഹൂദിന്റെ 49 വചനം, 11 അധ്യായം, മനോഹരമായിട്ടുള്ള വചനം. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹി ഇലൈക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇതെല്ലാം അദൃശ്യ വാർത്തകളാണ്, ഈ പറയപ്പെടുന്നതെല്ലാം അദൃശ്യ വാർത്തകളാണ്, ഞാൻ ബോധനം നൽകിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മനോഹരമായിട്ടുള്ള ആയത്ത്. മാ കുൻത തഅലമുഹാ, നിനക്കിത് അറിയാമായിരുന്നില്ല, അതേപോലെ തന്നെ വലാ ഖൗമുക, നിന്റെ ജനതക്കും ഇതൊന്നും അറിയായിരുന്നില്ല.
മുൻകാലത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല, പക്ഷേ അതെല്ലാം ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ വഹി മുഖേന നൽകിയതാണ്. നിനക്കോ നിന്റെ ജനതക്കോ കേട്ടുകേൾവി പോലില്ലാത്ത ഈ ചരിത്രമെല്ലാം ഞാനാണ് വഹിയായിട്ട് നൽകിയത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കഥയെല്ലാം, ഈ ചരിത്രമെല്ലാം ലഭിച്ചത്. പക്ഷേ വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഖുർആനെ സ്വീകാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സൊല്യൂഷനായിട്ട് അവർക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് അവര് നിരവധി കാലങ്ങളുടെ ഗവേഷണ ഫലമായിട്ട് വിമർശകർക്ക് അവസാനമായിട്ട് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് ഈ ബഹീറയുടെ കഥ. മൊത്തം പ്രശ്നത്തിനുള്ള ഉത്തരമായിട്ട് ഒരു ഒറ്റമൂലിയായിട്ട് കിട്ടിപ്പോയി എന്നുള്ള സന്തോഷത്തോടു കൂടെ അവർ ചാടിപ്പിടിച്ച ഒരു കഥയാണ് ഈ ബഹീറയുടെ കഥ. അതിലുള്ള ഒരു ഗതികേട്, ആ വിമർശകരുടെ ഒരു ഗതികേട്, ഒരു യുക്തികേട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നാമതായിട്ട് നമ്മൾ ഈ കഥയെ സംബന്ധിച്ച് അറിയേണ്ടത്, നമ്മൾ ഞാൻ നേരത്തെ ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, സീറ എന്നുള്ളത് ഹദീസുകൾ പോലെ കണിശമായിട്ടുള്ള മാനദണ്ഡങ്ങളിലൂടെയല്ല നമ്മൾ സീറ സ്വീകരിക്കുന്നത്. സീറ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ വേറെയാണ്. ഹദീസിനെ പോലെ ശക്തമായിട്ടുള്ള കണിശമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സീറയ്ക്കില്ല. കാരണം സീറ ചരിത്രമാണ്. അത് നമ്മൾ യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ അത് സ്വീകരിക്കുകയാണ് ചെയ്യുക. അതാണ് പണ്ഡിതന്മാർ അതിനോട് സ്വീകരിച്ച നിലപാട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ സുനനു തുർമുദിയിലെ ഹദീസിലും ഈ സംഭവം ഉണ്ടല്ലോ എന്നുള്ളതാണ്. പ്രത്യേകം മനസ്സിലാക്കുക, ആ തുർമുദിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് 100% സ്വഹീഹായിട്ട് പ്രഗത്ഭരായിട്ടുള്ള പല പണ്ഡിതന്മാരും അത് സ്വീകരിച്ചിട്ടില്ല. ഹദീസിൽ നിരവധി പ്രശ്നങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മഹാനായിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ല, അതേപോലെ തന്നെ ഹാഫിദ് ദഹബി, ഇമാം ദഹബി റഹിമഹുല്ല, അതേപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല, അവരെല്ലാം ആ ഹദീസിലുള്ള ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്ത സന്ദർഭത്തിൽ പ്രവാചകനോടൊപ്പം ബിലാൽ റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള അത് അസാധ്യമാണെന്നാണ് ഇമാം ദഹബി. അദ്ദേഹം നിരവധി പോയിന്റുകൾ വെച്ച് അതിനെ ഗണ്ണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അബൂ ത്വാലിബിന് ആ ഒരു യാത്രയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂടെ കൂട്ടേണ്ട ആവശ്യം എന്താണ്? ആ രൂപത്തിലുള്ള ഒരു ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായിട്ട് ആ സന്ദർഭത്തിലെ കുട്ടിക്കാലത്ത് തന്നെ ആ രൂപത്തിലൊരു ബന്ധം ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കലും ആ കഥയിൽ വരാൻ പാടില്ല. കാരണം ബിലാൽ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇമാം ദഹബി അദ്ദേഹം സൂചിപ്പിക്കുന്ന പോയിന്റാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തമാക്കുന്നതും മോചിപ്പിക്കുന്നതെല്ലാം പിന്നീട് 10-30 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹദീസിൽ പറയപ്പെട്ട ഹദീസിന്റെ ആദ്യത്തെ ഭാഗത്തെ പ്രമുഖരായിട്ടുള്ള നിരവധി പണ്ഡിതന്മാർ അത് മുൻകറായിട്ട്, അതായത് അതിനെ അവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വിമർശന വളരെ ക്രിട്ടിക്കലായിട്ട് ഈ സംഭവത്തെ നിരവധി പണ്ഡിതന്മാർ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പൊ സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ചോദ്യം, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ചിത്രത്തിൽ നിന്ന് മാറ്റിയാൽ, ആ കഥയിൽ നിന്ന് മാറ്റിയാൽ ബാക്കിയുള്ള സംഭവം സ്വീകാര്യമാണോ? അതും ഞാൻ പറഞ്ഞു, ഇമാം ദഹബി അദ്ദേഹത്തിന്റെ താരീഖിൽ ചില വിമർശനങ്ങൾ അതിനെതിരെ ഉന്നയിച്ചതായിട്ട് കാണാൻ സാധിക്കും. മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയണം. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്, അബൂ ത്വാലിബ് ആ ഒരു സംഭവത്തിന് അദ്ദേഹം സാക്ഷിയാണെങ്കിൽ അത്ര കൃത്യമായിട്ട് അദ്ദേഹത്തിന് എല്ലാം ബഹീറയിൽ നിന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച് അത് സാക്ഷ്യപ്പെടുത്തിയ സന്ദർഭത്തിൽ ആദ്യം വിശ്വസിക്കേണ്ടിയിരുന്നത് അബൂ ത്വാലിബാണ്. കാരണം ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു ക്ലൂ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, അബൂ ത്വാലിബ് നിഷേധിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചോദിക്കായിരുന്നു. അപ്പൊ മുമ്പ് ബഹീറ പറഞ്ഞത് ഓർമ്മയില്ലേ? ആ രൂപത്തിൽ പ്രവാചകൻ ചോദിക്കായിരുന്നു. അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പോയിന്റാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ ആദ്യമായിട്ട് 10-30 വർഷത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഹിറാ ഗുഹയിൽ കാണുന്നുണ്ട്. ആ ഹിറാ ഗുഹയിൽ കാണുന്ന സന്ദർഭത്തിൽ റസൂലുള്ള അങ്ങേയറ്റം ഭയപ്പെട്ട് ജമ്മിലൂനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വരുന്നുണ്ട്. അതിന്റെ എല്ലാം ആവശ്യം ഉണ്ടായിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ മുമ്പിൽ ഇതേ രൂപത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകത്വത്തെ കുറിച്ചുള്ള ഒരു സൂചന അക്കാലഘട്ടത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ജിബ്രീലിനെ കാണുന്ന സന്ദർഭത്തിൽ അത്രയേറെ ഞെട്ടേണ്ട ആവശ്യമുണ്ട്. അതാണ് അദ്ദേഹം വിമർശനമായിട്ട് സൂചിപ്പിക്കുന്ന ചില പോയിന്റുകൾ. അതേപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഉന്നയിക്കുന്ന ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സംശയം നിവേദന പരമ്പരയിലുള്ള സംശയമാണ്. അത് ഈ ഹദീസിന്റെ നിവേദന പരമ്പര പ്രവാചകനിലേക്ക് എത്തുന്നില്ല, മറിച്ച് അബൂ മൂസൽ അശ്അരിയിലേക്കാണ് ഹദീസ് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അബൂ മൂസൽ അശ്അരി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജറ വർഷം 7-ലാണ്. അപ്പൊ ഹിജറ വർഷം 7-ൽ ഇസ്ലാം സ്വീകരിച്ച അബൂ മൂസൽ അശ്അരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലത്ത് നടന്ന ഈ സംഭവം എങ്ങനെ ഉദ്ധരിക്കാൻ സാധിക്കും? അതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന സംശയം. ആ സംശയം വളരെ പ്രബലമായിട്ടുള്ള ഒന്നല്ല. കാരണം അതിന് കൃത്യമായിട്ടുള്ള ചില ഉത്തരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പ്രവാചകന്റെ വഹീന്റെ ആരംഭം, അതേപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠതയെല്ലാം വിവരിക്കുന്ന നിരവധി ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വഹീന്റെ ആരംഭകാലത്ത് ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് എങ്ങനെയാണ് അവർക്ക് സാധിച്ചത്? തീർച്ചയായിട്ടും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻകാലത്ത് കേട്ടതായിരിക്കണം. അതേ രൂപത്തിൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കേട്ടതായിരിക്കണം. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു പോയിന്റ് അല്ല. എങ്കിലും ഞാൻ പറഞ്ഞ ഇതെല്ലാം ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം, ഈ രൂപത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഈ കഥയിലുള്ളതായിട്ട് പ്രഗത്ഭരായിട്ടുള്ള നിരവധി പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ ഞാൻ അതും കൂടെ പറയണം. അതായത് ചില നിരവധി പണ്ഡിതന്മാര് അത് സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചരിത്രം എന്നുള്ള നിലക്ക് സീറ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അതിലുള്ള പല ഭാഗങ്ങളും നമുക്ക് സ്വീകരിക്കുന്നതിൽ യാതൊരു പ്രയാസമുള്ളതായിട്ട് തോന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, മേഘങ്ങൾ സഞ്ചരിച്ചു, അത് നിരവധി സംഭവങ്ങൾ ഇതേ രൂപത്തിൽ സമാനമായിട്ടുള്ള കാണുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള സൂചനകൾ അദ്ദേഹത്തിന് അറിയായിരുന്നു. അതെല്ലാം യഥാർത്ഥത്തിൽ അതെല്ലാം സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു ഉദ്ധരണികൾ അല്ലെങ്കിൽ ആ കഥയിൽ കടന്നു വരുന്ന ഭാഗങ്ങളാണ്. ഇനി ഇതൊക്കെ ഞാനിത് എല്ലാം പറയാൻ കാരണം, ഇതെല്ലാം എങ്ങനെയാണെങ്കിലും ഈ ഒരു കഥ 100% ഇനി ശരിയാണെന്ന് സങ്കല്പിച്ചാലും, എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ ഈ കഥ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സങ്കല്പിച്ചാലും, ആ സന്ദർഭത്തിലും വിമർശകർക്ക് ഇതൊരിക്കലും തെളിവാക്കി ഉപയോഗിക്കാൻ സാധ്യമല്ല. ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഈ സംഭവം ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 12 വയസ്സ് പ്രായമാകുന്ന സന്ദർഭത്തിലാണ് ഇത് അരങ്ങേറുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ള ആ പുരോഹിതനെ കാണുന്നത്. ആ പുരോഹിതനെ കണ്ടിട്ട് അവിടെ അരമണിക്കൂർ ഏറി വന്ന 10-15 മിനിറ്റ് മാത്രമാണ് അവിടെ സംസാരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ആ സംസാരിച്ച സംസാരത്തിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ, ഇത്രയേറെ പ്രവാചകന്മാരുടെ ചരിത്രം റസൂലുള്ള പഠിച്ചെടുത്തു. പിന്നീട് 10-40 വർഷങ്ങൾക്ക് ശേഷം, നുബുവത്തിന് ശേഷം അതെല്ലാം അത്രയും കാലം ഓർത്തു വെച്ച് വളരെ കൃത്യമായിട്ട് റസൂലുള്ള ഉദ്ധരിച്ചു. അതാണ് ആ രൂപത്തിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതിന്റെ ഒരു ഗതികേട്, ഇത്രയേറെ ലോജിക്കില്ലാത്ത ഒരു തെളിവ് വെച്ചിട്ട് വേണം അവർക്ക് ന്യായീകരിക്കാൻ. നിങ്ങൾ അവരുടെ ഗതികേട് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇനി സംഭവം 100% ശരിയാണെങ്കിൽ ആ ബഹീറ സംഭവത്തിന് അതിന് തെളിവായിട്ട് റസൂലുള്ളാഹി അബൂ ത്വാലിബ് മാത്രമല്ല, ഇവിടെ നിരവധി ഖുറൈശികളായിട്ടുള്ള ആളുകൾ അവിടെ സാക്ഷിയുണ്ട്. പിൻകാലഘട്ടത്ത് പരിശുദ്ധ ഖുർആനില് വേദക്കാരുടെ കഥകൾ പറഞ്ഞ് വേദക്കാരുടെ കഥകൾ ഖുർആൻ ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ അതേ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഞാൻ പറഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിനക്കോ നിന്റെ വലാ ഖൗമിക, നിനക്കോ നിന്റെ അനുയായികൾക്കോ ഇതിനെക്കുറിച്ച് യാതൊരു മുൻപരിചയമില്ലെന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിലുള്ള ആയത്തുകൾ കാണുന്ന സന്ദർഭത്തിൽ ഖുറൈശികൾക്ക് വളരെ നിസ്സാരമായിട്ട് അവർക്ക് പറയായിരുന്നു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്കിതെല്ലാം ലഭിച്ചത് അന്ന് ബഹീറയിൽ നിന്നല്ല, അല്ലെങ്കിൽ ബഹീറയിൽ നിന്ന് പഠിച്ചെടുത്തതല്ലേ എന്ന് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആ സംഭവത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു ഖുറൈശികള് ഒരാളും പിൻകാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതായിട്ട് കാണുന്നില്ല. അപ്പൊ അവർക്കുള്ള ബുദ്ധി പോലും ഇന്നുള്ള ചില ബുദ്ധിജീവികൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ ഖേദകരാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കിട്ടുന്ന വടി മുഴുവൻ, ആ പ്രവാചകനെ അടിക്കാൻ കിട്ടുന്ന വടി മുഴുവൻ ഉപയോഗിച്ച ആളുകളാണ് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഖുറൈശികൾ. അവര് പോലും ഇതേ രൂപത്തിലുള്ള ഒരു വിഡ്ഢിത്തം ഉന്നയിച്ചതായിട്ട് കാണുന്നില്ല. അവര് ഒന്നുമില്ലായിട്ടാണ് അവര് പിന്നീട് കാഹിന് മജ്നൂൻ എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ആക്ഷേപിക്കാനുള്ള കാരണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമതായിട്ട് പരിശുദ്ധ ഖുർആനിൽ കടന്നു വരുന്ന ഇത്തരം ജൂത ക്രൈസ്തവരുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം ചരിത്രങ്ങൾ, അത്തരം മുൻകാല പ്രവാചകന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കറിയാവുന്ന കഥകൾ, അത് ബൈബിളും പരിശുദ്ധ ഖുർആനും വെച്ചൊന്ന് താരതമ്യം ചെയ്ത് വെക്കുക. ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേ രൂപത്തിൽ താരതമ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും പുരോഹിതനിൽ നിന്നും കേട്ടെഴുതിയതാണോ അതല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും പകർത്തിയതാണോ എന്ന് നഅൂദു ബില്ലാഹ് ആ രൂപത്തിൽ ഏതൊരാൾക്കും പരിശോധിച്ച് അത് സ്ഥിരീകരിക്കാവുന്നതാണ്. പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട പല ചരിത്രവും അത് ബൈബിളുമായിട്ട് എല്ലാ അർത്ഥത്തിലും, അത് ഒരർത്ഥത്തിലും പല ഭാഗവും യോജിക്കുന്നതായിട്ട് തന്നെ കാണില്ല. നേരത്തെ സൂറത്ത് യൂസുഫിന്റെ തഫ്സീറിലെല്ലാം നമ്മളത് വളരെ വിശദമായിട്ട് പല കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 100% ആ കഥ, ബഹീറ സംഭവം അത് ശരിയാണെന്ന് സങ്കല്പിച്ചാലും അത് വിമർശകർക്കൊരിക്കലും അത് തെളിവായിട്ട് മാറുന്നില്ല എന്നുള്ള കഥയുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ആവർത്തിക്കണം. ഒന്നാമതായിട്ട് ഈ ബഹീറയുമായിട്ട് ബന്ധപ്പെട്ട ഈ സംഭവം 100% സ്വീകാര്യമായിട്ടുള്ള ഉദ്ധരണിയായിട്ട് ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ ഒന്നടങ്കം അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അത് ചില ആളുകൾ അത് ശരിയാണെന്നും ചില ആളുകൾ ഇതേ രൂപത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇത് ഇത്രയും വിശദമായിട്ട് പറയാനുള്ള കാരണം. അത് വിമർശകരായിട്ടുള്ള ആളുകൾ പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. ഈ സംഭവം, അതായത് ഈ ബഹീറയുമായിട്ട് ബന്ധപ്പെട്ട സംഭവം അതെല്ലാം ഇർഹാസ്വാത്തു നുബുവയായിട്ടാണ് പണ്ഡിതന്മാർ കോട്ട് ചെയ്യാറുള്ളത്. അത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, പറയാൻ വിട്ടതാണ്. ഇർഹാസ്വാത്തുകൾ സ്വാദാണ്. ഇർഹാസ്വാത്ത് എന്താന്ന് വെച്ചാൽ പ്രവാചകന്മാർക്ക് പ്രവാചകത്വത്തിന് മുമ്പ്, ആ പ്രവാചകത്വം നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ആ പ്രവാചകത്വത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് നടക്കുന്ന അത്ഭുത സംഭവങ്ങൾ, അതിനാണ് ഇർഹാസ്വാത്തുകൾ എന്ന് പറയാറുള്ളത്. ഉദാഹരണത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാപ്പോ ഒരു ശക്തമായിട്ടുള്ളൊരു മഴ വരുന്നതിന് മുമ്പ് ചില ലക്ഷണങ്ങൾ നമ്മൾ കാണാറുണ്ട്. കാർമേഘങ്ങൾ, അതേപോലെ തന്നെ കാറ്റെല്ലാം നമ്മൾ വരാനിരിക്കുന്ന മഴയിലേക്കുള്ള ഒരു ഇഷാറ, ഒരു സൂചനയായിക്കൊണ്ട് നമ്മൾ കാണാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്താണ്. അതേ രൂപത്തിൽ നുബുവത്ത് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അതിലേക്കുള്ള സൂചനകളായിട്ട് അരങ്ങേറുന്ന സംഭവങ്ങളെയാണ് ഇർഹാസ്വാത്തുകൾ എന്ന് പറയാറുള്ളത്. അതേ സന്ദർഭത്തിൽ നുബുവത്തിന് ശേഷമാണ് ഇതേ രൂപത്തിലുള്ള അത്ഭുതങ്ങൾ അരങ്ങേറുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് അതിനെ മുഅ്ജിസത്തുകൾ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. നമുക്കറിയാം മുഅ്ജിസത്തുകൾ. ഇപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പ് ഇതേ രൂപത്തിൽ അതിലേക്ക് നൽകുന്ന ഇതേ രൂപത്തിലുള്ള നിരവധി ഇർഹാസ്വാത്തുകൾ നമുക്കറിയാം. ഹാദിസത്തുൽ ഫീൽ, നേരത്തെ പറഞ്ഞ ആനക്കലഹ സംഭവം, അതിൽ യാതൊരു സംശയമില്ല, പരിശുദ്ധ ഖുർആനിലടക്കം സൂചിപ്പിക്കപ്പെട്ട സംഭവമാണ് ആനക്കലഹ സംഭവത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതായത് ഒരു ഭാഗത്ത് അബ്രഹ, അതായത് ധിക്കാരിയായിരുന്ന അദ്ദേഹം നസ്വാറ, ആ അബ്രഹയാണ് ഒരു ഭാഗത്തുള്ളത്. അതേ സന്ദർഭത്തിൽ എപ്പുറത്തുള്ളത് ആ മക്കാ മുശ്രിക്, ബഹുദൈവാരാധകരായിട്ടുള്ള ലാത്തയും ഉസ്സയെല്ലാം ആരാധിക്കുന്ന ബഹുദൈവാരാധകരായിരുന്ന മക്കാ മുശ്രിക്കുകളാണ് മറ്റൊരു ഭാഗത്തുള്ളത്. രണ്ടാളുകളും അള്ളാഹിന്റെ സഹായത്തിന് അർഹരല്ല. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായിട്ട് രൂപത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തെ സംരക്ഷിക്കുകയാണ്. അതിന്റെ കാരണം, സംരക്ഷിക്കാനുള്ള ഒരു കാരണം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, വരാനിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലേക്കുള്ള ഒരു സൂചനയായിരുന്നു അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥ കഅബയുടെ സംരക്ഷകൻ ജനിക്കാനിരിക്കുന്നു, ആ പ്രവാചകനിലേക്കുള്ള ഒരു ഇഷാറ അല്ലെങ്കിൽ ഒരു ഇർഹാസ്വാത്തായിരുന്നു ആ ഒരു സംഭവം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു അബ്ദുൽ മുത്തലിബ് സംസം കിണറുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട സ്വപ്നം, അതെല്ലാം അതേ രൂപത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കപ്പെട്ട ഇർഹാസ്വാത്തുകളുടെ ഗണത്തിൽ വരുന്നതാണ്. ആ ഒരു ഗണത്തിൽ കടന്നു വരുന്ന ഒരു ചരിത്ര ഉദ്ധരണിയാണ് യഥാർത്ഥത്തിൽ ഈ ബഹീറയുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ചത്. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9-12 വയസ്സ് ആ ഒരു കാലഘട്ടത്തിലാണ്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ടീനേജിലേക്ക് കടക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ അരങ്ങേറിയ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തറിയാനും ആ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പവും അനുയായികളോടൊപ്പവും നാളെ ഉയർത്തെഴുന്നേൽക്കാനുള്ള സൗഭാഗ്യം, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടപ്പെടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.